Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് ഫാദേഴ്സ് ഡേ. ഞാൻ എൻ്റെ അച്ഛനെയും എൻ്റെ ഹസ്ബൻഡിനെയും ഫാദേഴ്സ് ഡേ വിഷ് ചെയ്യുന്നതോടൊപ്പം എല്ലാ അച്ഛന്മാർക്കും നല്ലൊരു ഫാദേഴ്സ് ഡേ ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാ അച്ഛന്മാർക്കും ഉള്ളതാണ് ഒരു ചിക്കൻ കീമ ബിരിയാണി. ഇത് വളരെ ടേസ്റ്റി ആണെന്ന് മാത്രമല്ല വളരെ എളുപ്പത്തിലും തയ്യാറാക്കാം. അപ്പം നമുക്കതിൻ്റെ പണി തുടങ്ങാം. വൺസ് അഗെയിൻ വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ഫാദേഴ്സ് ഡേ. ആദ്യം നമുക്ക് 2 കപ്പ് ബാസ്മതി റൈസ് സോക്ക് ചെയ്ത് വെക്കാം. ഇത് സാധാരണ വെള്ളത്തിലാണ് സോക്ക് ചെയ്യുന്നത്. ഒരു 15 തൊട്ട് 20 മിനിറ്റോളം അതിനെ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏകദേശം ഒരു 3 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 ഉള്ളി നേർമയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് സോഫ്റ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഉള്ളി വഴറ്റുന്ന സമയം കൊണ്ട് ഇപ്പം നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു 8 കപ്പ് വെള്ളത്തിലേക്ക് 2 കഷ്ണം പട്ട, 4 ഏലക്കായ, ഒരു 8 ഗ്രാമ്പു, പിന്നെ കുറച്ച് നമ്മുടെ ജാതിയുടെ തോല് ഇത്ര ഇട്ടിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ പോവാണ്. നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഊറ്റി വെച്ചിരിക്കുന്ന കഴുകി ഊറ്റുന്ന അരിയെ നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ വീതം ഉണ്ടാവും കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ വീതം അത് ആഡ് ചെയ്യണം. അരച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. ഇത് ആഡ് ചെയ്ത് ഇതിൻ്റെ ഒരു പച്ചമണം പോകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടി നേരം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ വെള്ളം തളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ആദ്യം തന്നെ ചേർക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. ഉപ്പ് ചേർത്തു. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും ഇത് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിനെ മൂടി വെക്കാം കേട്ടോ. ഇതിനൊരു വിധം അധികം വേവ് ഉണ്ടാവില്ല, കാരണം നമ്മളിത് കുറച്ച് നേരം കുതിർത്ത് വെച്ചുള്ളൂ. അത് കാരണം അധികം വേവില്ല. അപ്പോൾ ഇത് തിളച്ച ഉടനെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് വെക്കാം. അതായത് നമ്മളൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിൻ്റെ കണക്കനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാൻ 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ മുളക് പൊടി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ, 1/2 തൊട്ട് 1 ടീസ്പൂൺ വരെ ആവാം, 1 ടീസ്പൂണെന്ന് തന്നെ വിചാരിക്കാം, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ഗരം മസാലയൊക്കെ ഇടുന്നതുകൊണ്ട് എരിവുണ്ടാകും. അപ്പോൾ അത് കാരണമാണ് മുളക് ആദ്യം ആലോചിച്ചിട്ട് ഇട്ടാൽ മതി. പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, അതില്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടി ഗരം മസാല ഇട്ടാൽ മതി കേട്ടോ. ഇത്രയും ചേർത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ മസാലയുടെ ആ മണമൊക്കെ പോകാൻ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒക്കെ കൂടെ കരിഞ്ഞു പോകും. അതിന് ശേഷം 1 തക്കാളി, നമ്മളിതിൽ കുറച്ച് തൈര് ചേർക്കും. പുളിയും ഉള്ളത് കാരണമാണ് ഒറ്റൊരു തക്കാളി ചേർത്തിരിക്കുന്നത് കേട്ടോ. മസാലപ്പൊടികൾ ചേർത്തിട്ട് വേണം എപ്പോഴും നമ്മൾ തക്കാളി ചേർക്കാൻ. മിക്കവർക്കും അറിയുണ്ടാവും, അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. കാരണം നമ്മുടെ മസാലയുടെ കളറ് പോവും. ആദ്യം തന്നെ തക്കാളി ചേർത്തിട്ട് പിന്നെ മസാല ചേർത്താൽ മസാലയ്ക്ക് അതിൻ്റെ കളർ ഉണ്ടാവില്ല. ഇതൊരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും.
ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 കപ്പ് തൈര്. ചെറിയ തീയാണ് കേട്ടോ, അത് ഓർമ്മിക്കണം. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിക്കനെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിനെ ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ മസാലയുടെയൊക്കെ കൂടെ. നമ്മൾ ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടതേ ഉള്ളൂ, പിന്നെ ഉപ്പിട്ടിട്ടില്ല. പക്ഷെ ഇപ്പം നമുക്കിനിപ്പോൾ ടേസ്റ്റ് ഒന്നും നോക്കാൻ നിർത്തിയില്ലല്ലോ, അതിൽ പച്ച ചിക്കനല്ലേ. അപ്പോൾ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ആ മസാലയൊക്കെ ആയി ഒന്ന് വെന്തതിൻ്റെ ശേഷം നമുക്ക് സ്വാദ് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അരി എന്തായി എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ അത് വല്ലാതെ കുക്കായ ആകെ ബിരിയാണി കുഴഞ്ഞു പോവും. നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു 90% കുക്കായെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉടനെ തന്നെ ഇതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ ബിരിയാണി അരിയെ സ്ട്രെയിൻ ചെയ്തു. അത് കറക്റ്റ് വേവായിരുന്നു. സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ബിരിയാണി അരിയൊക്കെ എന്താ പറയുക, അതിനെ ഒന്നിങ്ങനെ ഉലർത്തിയിടണം. കാരണം മറ്റത് അത് നമ്മൾ ബാക്കി പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതിൻ്റെ അടിഭാഗത്തുള്ള ചോറൊക്കെ വെന്ത് കുഴഞ്ഞു പോവും. അപ്പം അത് കാരണം നമ്മളതിനെ ഒന്ന് പരത്തിയിട്ട് കഴിഞ്ഞാൽ അത് തണിഞ്ഞോളും. അപ്പം അധികം ഓവർ കുക്ക്ഡ് ആവില്ല. മറ്റേത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇടയ്ക്ക് അരിപ്പയിലൊക്കെ വേവിച്ച് അത് വാർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും. പക്ഷേ പിന്നെ നമ്മളതിന് എടുക്കാൻ നോക്കുമ്പോൾ അടിയിലുള്ളതൊക്കെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി ഒരു പരന്ന ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അല്ല, നമ്മുടെ ബിരിയാണിയുടെ ബാക്കി സാധനങ്ങൾ റെഡിയാണെങ്കിൽ നേരെ അതിലേക്ക് എടുത്തിടാം കേട്ടോ. ഇപ്പം മറ്റേ ചിക്കൻ വേവുന്നല്ലേ ഉള്ളൂ, അത് കാരണമാണ്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റായി. അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറേ വെള്ളമൊക്കെ അതിൽ നിന്ന് സ്വന്തമായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിപ്പോൾ ഒരു 1/4 വേവായി ഈ സമയം കൊണ്ട്. മീൻസ് ചിക്കൻ ആയ കാരണം പെട്ടെന്ന് വേവും. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളകും കുറച്ചൊരു 1/2 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിനയില, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഏകദേശം ഒരു കണക്കിലിടുകയാണ് കേട്ടോ. നമുക്ക് ലാസ്റ്റിൽ ആദ്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് മിക്കവാറും കൂടുതൽ ഇടേണ്ടി വരും. പറഞ്ഞ പോലെ ഇതിനൊരു 1/4 വേവായിട്ടുണ്ട്. അപ്പം ഈ കണ്ടീഷനിൽ നമുക്കിതൊന്ന് കുറച്ച് നേരം കൂടി വേവിക്കാം. ഈ സമയത്താണ് അതിൻ്റെ എല്ലാ ഫ്ലേവറും അതിലേക്ക് മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഒക്കെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത്. നമുക്കത് ആദ്യം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യും. ഈ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരൊറ്റൊരു സ്റ്റെപ്പുള്ളൂ ഈ ചിക്കൻ്റെ കാര്യത്തിൽ. ഒരു 1/2 കപ്പ് പാല്. ഇത് നമ്മളെന്തിനാ ചേർക്കണമെന്ന് വെച്ചാൽ നമ്മളെ സ്വതവേയുള്ള ചിക്കനെ പോലെയല്ല, ഈ മിൻസ്റ്റിലാകുമ്പോൾ പെട്ടെന്ന് എരിവും അതൊക്കെ കയറി ചിലപ്പോൾ ഒരു കുത്തൽ ചൊയ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റിൽ ചേർത്താൽ മതി. എന്നിട്ട് വല്ലാതെ ഡ്രൈ ആക്കണമെന്നില്ല, ഒരു സെമൈ ഡ്രൈ ആയിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഈ സമയത്ത് ഉപ്പ് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാം മുഴുവനും കുക്കായിട്ടുണ്ട്. നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ചോറ്, കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറിനെ ആഡ് ചെയ്ത് ദമ്മിടാം. ഇനി ഞാനിപ്പോൾ ഇത് ഈ പാത്രത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മാറ്റി വലിയൊരു പാത്രത്തിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ചോറ് ഞാൻ പകുതിയാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കതിൽ പുതിനയും അതൊക്കെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ഉള്ളി, മറ്റേ ഉള്ളി ഇതാക്കണതിൻ്റെ ഒപ്പം തന്നെ ഒരു ഉള്ളി മുറിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ആ ഉള്ളി, ഒരു ഉള്ളിയാണ് വഴറ്റിയത്. അപ്പോൾ അതിലത്തെ പകുതി നമുക്ക് പകുതിയായിട്ട് ആഡ് ചെയ്യാം. മുറിച്ച് വെച്ചിരിക്കുന്ന പുതിനയും നമ്മുടെ മല്ലിയില, ഇതിന് മുകളിലേക്ക് ഞാൻ റോസ് എസൻസ് ചേർക്കുന്നുണ്ട്. അതായത് 1 ടീസ്പൂൺ റോസ് എസൻസിൽ
റോസ് എസൻസ് അല്ല കേട്ടോ, റോസ് വാട്ടറിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ആക്കിയത്. ഇല്ലെങ്കിൽ ചില ഭാഗത്ത് മാത്രമേ ആവുള്ളൂ. എന്നിട്ട് അങ്ങനെ അതിൻ്റെ ഒരു 2 ടീസ്പൂൺ ഇതിൽ കുറച്ച് നെയ്യ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫുഡ് കളറൊക്കെ ചേർത്തിട്ട് ഈ അരിയെ ആകെ കളർഫുൾ ആക്കാം, അതൊക്കെ ഓപ്ഷണലാണ്. എനിക്ക് സ്വതവേ തന്നെ അങ്ങനെ കളർഫുൾ ആവാത്ത ബിരിയാണികളെ ഇഷ്ടം, അപ്പോൾ അത് കാരണം ഞാൻ ചെയ്യാത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ബാക്കിയുള്ള ചോറ് ഇട്ടു. എന്നിട്ട് നമുക്ക് അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. കുറച്ചുള്ളി, ഒരുപാട് ഉള്ളി ആയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊന്ന് ഇടയിലൊക്കെ ഇങ്ങനെ കടിക്കാനേ പാടുള്ളൂ. പിന്നെ നമ്മുടെ മല്ലിയില, റോസ് വാട്ടർ, പിന്നെ കുറച്ച് നെയ്യ് ചേർക്കണ്ടേ ചേർക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് വിധത്തിൽ ചെയ്തു എന്ന് മാത്രം. ഈ സമയത്താണ് ഇപ്പോൾ കളറ് ചേർക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോസ് വാട്ടറിൽ തന്നെ വേണമെങ്കിൽ ഒരു ഇത്തിരി കളറ് ചേർത്തിട്ട് അതിനെ ഇപ്പോൾ ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ റോസ് വാട്ടർ ഒഴിച്ചില്ലേ, അതുപോലെ ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പോൾ കുക്ക് ചെയ്ത് കഴിയുമ്പം ആ അരിയിലൊക്കെ അതിങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ ആ പരിപാടികളൊക്കെ റെഡിയായി. ഇനിയിപ്പം ഇതിനെ ഒന്ന് കവർ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു മൂടി വെക്കുകയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ മൂടിയല്ല, കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ടൈറ്റായി നിൽക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഭാരമുള്ള സാധനം വെക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഇഞ്ചി വെള്ളുള്ളിയൊക്കെ ചതയ്ക്കുന്ന ഈ പാത്രമാണ് വെക്കാറ്. നിങ്ങൾക്കിപ്പോൾ ഇത് ഒരു ഫ്ലാറ്റ് മൂടിയാണെങ്കിൽ നിങ്ങൾക്കൊരു കല്ല് തന്നെ വെച്ചാൽ മതി. ഇത് വെക്കാനുള്ള സൗകര്യത്തിന് മൂടി മാറ്റിയെന്ന് മാത്രം കേട്ടോ. ഇത് നമുക്കൊരു 10 മിനിറ്റ് സിമ്മിലിടാം. എന്നിട്ട് അടുപ്പ് ഓഫ് ചെയ്തിട്ട് പിന്നെയും ഒരു 10-15 മിനിറ്റ് വെക്കണം. എന്നിട്ട് നമ്മളിതിനെ തുറക്കണുള്ളൂ. ദമ്മൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ഇതിൽ മിക്സ് ചെയ്യാം. എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഞാനിത് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യാൻ പോണത് കേട്ടോ. നിങ്ങൾക്കിത് അങ്ങനെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു ബോളിൽ ഇട്ടിട്ട് അതിൽ ഞെക്കി എന്നിട്ട് പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ടാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. ഒരു റെസ്റ്റോറൻറ്റ് ലുക്കൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലില്ലാത്ത ചിക്കനൊക്കെ ആയ കാരണം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.